സോ ഇന്ന് KPL ഫസ്റ്റ് മാച്ചാണ്. അപ്പോൾ അതിൽ കാലിക്കറ്റ് എഫ്സിയും ഗോകുലം കേരളയും തമ്മിലുള്ള മാച്ചാണ്. ആൻഡ് ആ ഒരു മാച്ച് ഡേ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ വന്നത്. സോ ആരും ഇല്ലെങ്കിലും കളി കാണുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് വിചാരിക്കുക, കണ്ടറിയാം. ഒബ്വിയസ്ലി കാലിക്കറ്റ് എഫ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു സ്റ്റേഡിയത്തിൽ വന്നത്. പക്ഷേ സ്റ്റേഡിയത്തിന് താഴെ ഒരു ഷോപ്പ് പോലും ജേഴ്സി കിട്ടിയില്ല. സോ സാഡ്. എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനൊരു സംഭവം ഇവിടെ നടക്കുന്നുണ്ടെന്ന് അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. KTLൻ്റെ മാച്ച് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ആൻഡ് കാലിക്കറ്റ് എഫ്സിയുടെ എല്ലാ മാച്ചും TMS സ്റ്റേഡിയത്തിലായിരിക്കും ഉണ്ടാവുക. സോ ആൻഡ് എൻട്രി ഫീസ് എന്ന് പറയുന്ന സംഭവമില്ല. മാച്ച് ടൈമിങ് ഓൾമോസ്റ്റ് ഈ ഒരു ടൈമിലാണ് വരിക. അപ്പോൾ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ, ഫുട്ബോളിൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി വന്ന് കാണുക. കാരണം ഈവൻ ചിലപ്പോൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വാളിറ്റി ഉണ്ടാവില്ലായിരിക്കാം, ഐ ഡോണ്ട് നോ. ബട്ട് ചെറിയ ലെവലാണെങ്കിലും it's our responsibility to support this level of games. Like only എന്താ പറയണ്ടേ, യൂറോപ്യൻ ഫുട്ബോൾ മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ള ആ ഒരു രീതി, ആ ഒരു ചിന്താഗതി മാറ്റുക. സോ ഇതുപോലെയുള്ള ഡൊമസ്റ്റിക് ലീഗ്സൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഒരു ഗ്രോത്ത് ഉണ്ടാവുക. സോ ആരെങ്കിലുമൊക്കെ ഫ്രീ ആണെങ്കിൽ വന്നിരുന്ന് കാണുക, അത്ര പറയാനുള്ളൂ. പെനാൽറ്റി ഗൈസ്, ഗോകുലത്തിൻ്റെ പെനാൽറ്റി അഗെയിൻസ്റ്റ് കാലിക്കറ്റ്. തിരിച്ചൊരു പെനാൽറ്റി കിട്ടി. നേരത്തെ GKFCക്ക് ആയിരുന്നു, ഇപ്പോൾ കാലിക്കറ്റ് എഫ്സിക്ക്. നേരത്തെ സേവ് ചെയ്തു, ഇപ്പം തന്നാവും നോക്കാം. ഹാഫ് ടൈമായി. ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് കാലിക്കറ്റ് 1-0 ലീഡ് ചെയ്യാണ്. ആൻഡ് 2 പെനാൽറ്റിയാണ് ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നത്. ഗോകുലത്തിനൊരു പെനാൽറ്റി കിട്ടി, മിസ് ചെയ്തു. ആൻഡ് കാലിക്കറ്റിനൊരു പെനാൽറ്റി കിട്ടി, അത് ഗോളായി. ലെറ്റ്സ് സീ വാട്ട് വിൽ ഹാപ്പൻ ഇൻ സെക്കൻഡ് ഹാഫ്. ഗോകുലം FC versus കാലിക്കറ്റ് FC. കാലിക്കറ്റ് FC